സുഹൃത്തുക്കളുണ്ട്. അറിവിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അല്പകാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കാം. അല്ലാഹു മനുഷ്യൻ ഭൂമിയിലെ ചേതനവും അചേതനവുമായ വസ്തുക്കളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് അവന്റെ അറിവും വിവേകവും കൊണ്ടാണ്. പ്രപഞ്ചത്തിനും പരിസ്ഥിതിയോടും അറിവ് നേടുന്നതിന്റെയും ഇത് പകർന്നു നൽകുന്നതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് നാം ബോധ്യപ്പെടുത്തുന്നുണ്ട്. മനുഷ്യർക്ക് അവതരിക്കപ്പെട്ട എല്ലാ ദർശനങ്ങളും വിജ്ഞാന സമ്പാദനത്തിന്റെ മൂല്യം ഉദ്ഘോഷിക്കുന്നുണ്ട്. കാരണം മനുഷ്യനെ മാനവിക മൂല്യങ്ങളിലേക്കും ധാർമ്മിക ഔന്നത്യത്തിലേക്കും വഴി നടത്തുക എന്ന ലക്ഷ്യസാധുകരണം അറിവിലൂടെയാണ് സാധ്യമാകുന്നത്. ഇന്ന് മനുഷ്യൻ നോക്കാൻ ഇഷ്ടപ്പെടുന്ന ചരിത്ര പുരുഷന്മാരെ പഠന വിധേയമാക്കിയാൽ അവരെല്ലാം അറിവിന്റെ ആകാശ വിശാലതയെ ആവോളം വാരിപ്പുണർന്നവരായിരുന്ന സത്യം നമുക്ക് ബോധ്യപ്പെടും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രാകൃതമായ ജീവിതം നയിച്ച മനുഷ്യനെ പരിമിതിയായ പരിവർത്തനത്തിന് വിധേയമാക്കി സമുദ്രമായ സാഹചര്യങ്ങളും സംവിധാനങ്ങളും സാധ്യമാക്കി തന്റെ വിരൽത്തുമ്പ് കൊണ്ട് ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ അവരെ പ്രാപ്തനാക്കിയത് അറിവെന്ന അത്ഭുത പ്രതിഭാസമാണ്. മലയാളത്തിന്റെ പ്രിയമായി മുഴുവൻ പരമേശ്വരൻ പാടുന്നു. കൊണ്ടുപോകില്ല അറിവ് നേടുന്നതിന്റെയും അത് പകർന്നു നൽകുന്നതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ചാണ് കവി നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ലോകത്തിലെ തന്നെ പ്രകാശമായി അവതരിക്കപ്പെട്ട ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ ഇഖ്റ വായിക്കൂ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ്. വിജ്ഞാനം സത്യവിശ്വാസികളെ കളഞ്ഞുപോയ സ്വത്താണ്. അതെവിടെ കണ്ടാലും അവരെ തീർക്കണം. ഈ യുഗം അറിവിന്റെയും സംസ്കാരത്തിന്റെയും യുഗമാണ്. ഈ യുഗത്തിൽ അറിവില്ലാത്തവൻ സംസ്കാരശൂന്യനാണ്, അറിവുള്ളവനെ സംസ്കാരമുള്ളൂ. ഇന്ന് ഏത് ജോലിയിൽ ഏർപ്പെടണമെങ്കിലും വിദ്യാഭ്യാസം കൂടാതെ കഴിയില്ല എന്ന സാഹചര്യം സംജാതമായിരിക്കുകയാണ്. അറിവിന്റെ വ്യാപനത്തിലൂടെയാണ് സമൂഹം സംസ്കാര സമ്പന്നമാകുന്നതും തലമുറകളുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത്. അതിനാൽ തന്നെ വിജ്ഞാനത്തിന്റെ പ്രചരണവും ഇസ്ലാം പ്രാധാന്യപൂർവ്വം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അറിവില്ലാത്തവർ അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കണം എന്ന ഖുർആനിന്റെ ആജ്ഞാപനം അതാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ആരാധന നിരന്തരനായിരിക്കുന്ന മനുഷ്യനേക്കാൾ ഉന്നതൻ അറിവുള്ളവരും അതിന്റെ പ്രചരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതുമായ സത്യവിശ്വാസിയാണെന്ന് ഹദീസുകളിൽ കാണാം. ഇത്ര പ്രൗഢോജ്വലമായ പാരമ്പര്യമുള്ളവർ അറിവിന്റെ സമർപ്പണത്തിൽ എത്രമാത്രം ആത്മാർത്ഥതയുള്ളവരാണെന്ന് വിചിത്രമാകട്ടെ ഈ പരിപാടി ഓർമ്മിപ്പിച്ചുകൊണ്ട്